إن الله يحب العطاس ويكره التصاؤب. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മലിനെ ഇഷ്ടപ്പെടുന്നു. വയക്റഹു തസാഉബ, കോട്ടുവായെ അല്ലാഹു വെറുക്കുന്നു. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഗതികളാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതായിരിക്കും. നമുക്കൊന്ന് ഒരു അലസതയും അശ്രദ്ധയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? കോട്ടുവായിടാനൊന്ന് ആഗ്രഹിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കോട്ടുവായ എന്ന് പറയുന്നത്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വളരെ ഗൗരവത്തിൽ നമ്മെ സൂചിപ്പിച്ചു. കോട്ടുവായ പിശാചിന്റെ ഭാഗത്തിലൂടെ ഉണ്ടാകുന്നതാണ് കോട്ടുവായ. അതുപോലെ ഉത്താസ്, തുമ്മൽ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല യുഹിബ്ബുൽ ഉത്താസ, തുമ്മലിനെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. വയക്റഹു തസാഉബ, കോട്ടുവായെ അല്ലാഹു തആല വെറുക്കുന്നു. ഫൈദാ അത്തസ അഹദുകും വഹമിദല്ലാഹ തആല കാന ഹഖ്ഖൻ അലാ കുല്ലി മുസ്ലിമിൻ സമീഅഹു അയഖൂല ലഹു യർഹമുല്ലാഹ്. ഇനി നിങ്ങളിൽപ്പെട്ട ഒരാൾ തുമ്മി അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, കാരണം തുമ്മൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മുഴുവനും പരിങ്ങി മുറുക്കിയിട്ട് നമ്മുടെ ജീവൻ പോലും വെടിയാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അത്രയ്ക്ക് ഭയങ്കരമായ ഒരു ഇതാണ് നമ്മുടെ തുമ്മൽ എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ നമ്മുടെ റൂഹിനെ അല്ലാഹു തആല തിരിച്ചു വിളിച്ചേക്കാം. അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീണ്ടും ആയുസ് നൽകുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ തുമ്മുന്ന മനുഷ്യൻ അൽഹംദുലില്ലാഹ് പറയുന്നത് മറ്റുള്ളവർ കേട്ടാൽ എന്ത് പറയണം? യർഹമുല്ലാഹ്, അല്ലാഹു താങ്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വീണ്ടും ആര് എന്ത് പറയണം? റഹ്മത്തുല്ലാഹ് എന്ന് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുമ്പോൾ വീണ്ടും തുമ്മിയാണെന്ന് പറയണം. എന്ത് പറയണം? യഹ്ദീകുമുല്ലാഹു വയസ്ലിഹു ബാറകല്ലാഹു. യഹ്ദീകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സന്മാർഗത്തിലാകട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു നന്മയിലാക്കി തരട്ടെ, മെച്ചപ്പെടുത്തി തരട്ടെ എന്നല്ല അർത്ഥം. പാതരത്തിൽ തുമ്മിയ മനുഷ്യൻ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ കേൾക്കുന്നയാള് യർഹമുല്ലാഹ് പറയുകയും വീണ്ടും അത് കേൾക്കുമ്പോൾ തുമ്മിയാണെന്ന് പറയണം. യഹ്ദീകുമുല്ലാഹു വയസ്ലിഹു ബാറകല്ലാഹു എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമ്മ തസാഉബ ഫഇന്നമാ ഹുവ മിനശ് ശൈത്വാൻ. നിശ്ചയമായി കോട്ടുവായ എന്ന് പറയുന്നത് പിശാചിന്റെ ഭാഗത്തിലൂടെയാണ്. ഫൈദാ തസാഅബ അഹദുകും ഫലുറദ്ദഹു മസ്തതാഅ. നിങ്ങൾക്ക് കോട്ടുവായ വന്നാൽ കഴിവിന്റെ പരമാവധി അത് തടഞ്ഞു നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ പല്ല് കടിച്ചു പിടിച്ചിട്ട് വായ തുറക്കാതെ ശ്രമിക്കുക. അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ വന്നു പോയാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് അടച്ചു പിടിക്കണമെന്നാണ്. നമ്മുടെ കൈ കൊണ്ടോ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ടോ നമ്മുടെ കോട്ടുവായ തടയണം. മറ്റൊരു ഹദീസിൽ കാണാം, യഹ്യാഉത്തിന്റെ ഹദീസിൽ കാണാം, കോട്ടുവായുള്ള മനുഷ്യൻ ഹ ഹ, അതേ പ്രയോഗമാണ് ഹദീസിലുള്ളത്. ഒരു മനുഷ്യൻ നമ്മൾ സാധാരണ ഭയങ്കര ആശ്വാസത്തിൽ പറയും, വായ തുറന്നു ചെയ്യും, ഹ ഹ എന്ന് കോട്ടുവായി ഇടും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ കോട്ടുവായ ആ ഹ ഹ എന്ന രൂപത്തിൽ കോട്ടുവായി ഇടുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് പിശാച് പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്ന അഹദകും ഇദാ തസാഉബ ലഹിക മിൻഹു ശൈത്വാൻ. നിങ്ങൾപ്പെട്ട ഒരാൾ കോട്ടുവായ ഇട്ട് കഴിഞ്ഞാൽ പിശാച് ചിരിക്കുമെന്ന്. പിശാച് അവൻ എന്ത് ചെയ്യും? അവന്റെ പണി എളുപ്പമായി, അവൻ ചെയ്ത കെണിയാണത്. പക്ഷെ നാം അങ്ങനെ കോട്ടുവായ പിടിച്ചു നിർത്താതെ കോട്ടുവായ വിട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് കണ്ടിട്ട് പിശാച് ചിരിക്കുമെന്ന് നമ്മോട് പഠിപ്പിക്കുന്നു. അല്ലാഹു തആല എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച തരത്തിലുള്ള മാർഗങ്ങൾ, തുമ്മുമ്പോഴുള്ള സുന്നത്തുകൾ, അതുപോലെ തന്നെ കോട്ടുവായ വരുമ്പോഴുള്ള അത് തടയാനുള്ള ശ്രമങ്ങളും ഒക്കെ പരിശുദ്ധമായി ഈ നമ്മോട് നല്ല കൃത്യമായി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അത്തരത്തിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.